എടോ, ഈ നാറികൾക്കൊന്നും തന്തയും തള്ളിയില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാടോ ഇങ്ങനെ പടച്ചു വിട്ടിരിക്കുന്നത്? ഈ തന്തയോടും തള്ളയോടും ഞാൻ പറയുകയാണ്, എന്തിനാടാ ഇങ്ങനെയൊക്കെ പടച്ചു വിട്ടിരിക്കുന്നത്? നിങ്ങൾക്കെല്ലാം ഉളുപ്പുണ്ടോ? നിങ്ങൾക്കൊക്കെ വേറെ, നിങ്ങളൊക്കെ ഇവന്മാരുടെയൊക്കെ തള്ളമാറ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട ജന്മങ്ങളാണ് ഈ ഗ്യാങ് എന്ന് പറയുന്നത്. ഇത് ഇവിടുന്ന് വേരോട് പിഴുതെറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫാമിലികൾ, കുഞ്ഞുങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവന്മാർ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഇവന്മാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം, ഇവിടുന്ന് സാധനം കിട്ടും, എങ്ങനെ സാധനം കിട്ടും എന്നൊക്കെ. ഒരുത്തം വന്നിട്ട് ലൈവിൽ വന്നിട്ട് പച്ചക്ക് പറയുന്നു, കുറെ ഗ്യാങ് വേറെ പച്ചക്ക് പറയുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെ പിടിച്ച് അകത്തിടാൻ കഴിയുന്നില്ല? അതിനുള്ള കാരണവും ഞാൻ പറയാം. അതായത് പണ്ട് ഇതുപോലെ, അതായത് പൊതുശല്യമാണ് ഈ തൊപ്പി, അല്ലെങ്കിൽ ഈ തൊപ്പിയിലെ പോലെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആ ഒരു എന്താ പറയേണ്ടത്, കേസെടുക്കുകയും പിന്നീട് തന്നെ പിന്നെ വാതിൽ തകർത്തുള്ളിൽ കയറുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എന്തിനാണ് തൊപ്പി അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അയ്യോ തൊപ്പി പാപമാണ്, എന്തിനാണ് വാതിൽ തകർത്തിട്ടൊക്കെ അവനെ അകത്ത് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ നന്മമരമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരുത്തം വന്നിട്ട് വളരെ ആഭാസപരമായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുമ്പോഴേ ഇവിടെ ഒരു കൂട്ടം ഈ കുരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ കാറിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ, അതായത് അവന്റെ വീടിന്റെ മുന്നിൽ അവനൊന്നും താമസിക്കുന്ന സ്ഥലത്ത് വരെ എന്ന് പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ താമസിച്ചേക്കല്ലേ, ഉള്ള കാര്യം ഞാൻ പറയും, ഇന്ന് തന്നെ നിങ്ങൾ വീട് മാറിക്കോ, ഇല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് ഓടിച്ചോ. അതായത് ഇനി വരാൻ പോകുന്നത് വലിയ ദുരന്തമാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രമാത്രം എന്താ പറയുക, ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഇവർ എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ലൈവ് എനിക്ക് എൻ്റെ ചാനലിൽ ലൈവ് ഇടാൻ പറ്റൂല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഡീസൻ്റ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ആ ലൈവോ ഇവറ്റകളുടെ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം ഇടാൻ കഴിയില്ല. ഇവന്മാരുടെ പെണ്ണുപിടിയും ഇവന്മാരുടെ കുണ്ടനും ഇവന്മാരുടെ നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാത്ത സാധനങ്ങൾ വരികയാണ് ഇവന്മാർ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത്. ഇതിന് ഒരു അമ്മയുണ്ടാവും, ഇതിന് ഒരു ഉമ്മയുണ്ടാവും, ഒരു ഉപ്പിയുണ്ടാവും, അതുപോലെ പെങ്ങളുണ്ടാവൂലേ. അല്ല ഇവന് എന്ന റാംബോ ഗീംബോ എന്തൊക്കെയാണ് ഇത്? എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ തന്തയും തള്ളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഈ ഇവറ്റകളുടെയൊക്കെ തന്തേന്റെയും തള്ളേന്റെയും ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടേ. അവിടെ പൊങ്കാലയിൽ നടന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവറ്റകളുടെ തന്തയും തള്ളമാറുവാന്ന് തെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ടീമുകളെ പടച്ചു വിട്ടിട്ട് പൊതുജനങ്ങൾക്ക് അത്രമാത്രം ശല്യം ഉണ്ടാക്കുന്ന കുറെ ജന്മങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയമാണ് തോന്നുന്നത്, ഇത്രയും വെല്ലുവിളികൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ ആ ഒരു എന്നാ മമ്മുവ അവന്റെ പഴയ ഇന്റർവ്യൂ ഒന്ന് കണ്ടിന്യൂ ഇന്നാള്. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവൻ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളുടെയും കുളിസിയും കണ്ടിട്ടുണ്ട് എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, എല്ലാ സ്ത്രീകളുടെയും കുളിസിയും കണ്ടിട്ടുണ്ട് പോലും അവൻ. അത്രമാത്രം വൃത്തികെട്ട ജന്മമാണ്. അതായത് ഇവറ്റകൾ എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ തൊടാത്തത്? ഞാൻ പറഞ്ഞല്ലോ, തൊട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊപ്പീനെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് പുലിവാല് പിടിച്ചാന്ന്. അതായത് അന്ന് പിന്നീട് അവൻ നന്മമരമായി മാറി. എല്ലാവരും കൂടി പറഞ്ഞ അയ്യോ പാവമായിരുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് എന്തോ മാനസികപരമായിട്ട് എന്തെങ്കിലും വിഷമം പറ്റിയതാണ്. ഇതാണോടോ വിഷമം പറ്റിയത്? ഇതൊന്നുമല്ല. അതായത് ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഉണ്ടാക്കുന്ന പൈസകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. ആ പൈസ മുഴുവൻ യുവന്മാർ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് എല്ലാ പരിപാടികളും, അതായത് എന്നാന്ന് പറയേണ്ടതിന്, അതായത് ഒരു മനുഷ്യന്മാർ പോലും ചെയ്യാത്ത സകല പരിപാടികളും സകല കൊള്ളരുതായ്മകളും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറയുകയാണ് ഇവന്മാർ തന്നെ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തു എന്ന്. ഇന്നലെ ഇപ്പോഴും തൊപ്പീൻ്റെ ഒരു ലൈവും കൂടി ഉണ്ടായിരുന്നു. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ്, ഞാൻ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യണം, അവരെയും അറസ്റ്റ് ചെയ്യണം, അവരുടെയൊക്കെ കയ്യിൽ സാധനങ്ങളുണ്ട്. എൻ്റെ പൊന്ന് എന്താ പറയണ്ടത്, ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെ യുവന്മാർ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യുവന്മാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്തേ മതിയാവൂ.
ഇല്ലെങ്കിൽ നമ്മളെ ഈ എന്താ പറയേണ്ടത് പിന്നെ എന്താ പറയുക നമ്മുടെ നാടിന് തന്നെ എന്ന് പറഞ്ഞ അപമാനമായിട്ട് മാറി. അത്രമാത്രം വളരെ മോശമായ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെ ഇവരുടെ മുന്നിലൂടെയൊക്കെ എങ്ങനെ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നടന്നു പോകും? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 2K എന്ന 2K കിഡ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാർ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് വളരെയധികം ആപത്ത് തന്നെയാണ്. നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് റിസ്ക് പിടിച്ചതായിരിക്കും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നില്ലേ, മയക്കുമരുന്ന് കൊണ്ട് അമ്മാനമാടുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് പ്രായമില്ല, അല്ലെങ്കിൽ വേറിയൊന്നില്ല, സമൂഹത്തിന് നിരക്കാത്ത സകല തോന്നിയവാസങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞ മാതാപിതാക്കൾ തന്നെയാണ് ഈറ്റകൾ ഇങ്ങനെ വളർത്തിയതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവറ്റകളെയൊക്കെ വളർത്തി വിടുന്നതിന് നല്ലത് എന്തൊരു മനുഷ്യന്മാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങൾ തന്നെ തൊപ്പിക്കെതിരെ വരുന്ന പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇത് കൊടുക്കുന്നു, ഞങ്ങൾ തന്നെ സംരക്ഷണം കൊടുക്കുന്നു. അതായത് ഈ വളരെ മോശമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഞാൻ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഇവറ്റകൾക്ക് എങ്ങനെയാണ് ഇവറ്റകൾ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക? ഇവറ്റകളെ ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോഴീനെ കുറുക്കനെ ഏൽപ്പിച്ച പോലെയല്ലേ. അത്രമാത്രം വളരെ മോശമായിട്ട് എന്തൊക്കെയാ ലൈവിലായാലും അവിടെയൊക്കെ വന്ന് പറയുന്നത്. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു നടപടിയും വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യോമാർ പുഷ്പം പോലെ ഇറങ്ങി വരുമോ? പക്ഷെ ഇതില് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവറ്റകളുടെ തന്തയും തള്ളയും തീരുമാനിച്ചിട്ട് ഈറ്റുങ്ങളെല്ലാം എന്ന് പറഞ്ഞ റൂമിലിട്ട് അടക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് എന്തെങ്കിലും തളർത്തി കടത്തി കിടണം, അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ലോകത്തുള്ള എൻ്റെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കുളിಸಿ ഞാൻ കണ്ടിരുന്നു. ഒരുത്തൻ നാണവും മൊയ്മയില്ലാണ്ട് പറയുകയാണ്. ആ ഇവൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? നിങ്ങളുടെയൊക്കെ അമ്മയുടെയും പെങ്ങന്മാരുടെയും സംഭവങ്ങൾ കണ്ടു എന്നാണ് ഈ ചെക്കൻ വന്നിട്ട് പച്ചക്ക് പറയുന്നതാണെന്ന്. എന്നിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയും, ഇവറ്റകളുടെ കുടുംബത്തെ വരെ എന്ന് പറഞ്ഞാൽ മഹലിന് വരെ പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള തോന്നിയവാസികൾക്ക് പോലും മഹലിന് വരെ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ ഇവന്മാർ അനുഭവിക്കണം. കാരണം ഇവരെ വീടുമായിട്ടോ കുടുംബമായിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും സ്ഥാപിക്കാൻ വിടരുത്. കാരണം പൈസയും യുവമാർക്ക്, അതാണ് യുവമാരുടെ ഏറ്റവും വലിയൊരു എന്താ പറയേണ്ടത് ധൈര്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരായാലും നാട്ടുകാരായാലും ആരും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. അല്ലാതെ ഇവപ്പറ്റകളുടെ വായി അഴക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ്, ഗുരുതരമായിട്ടുള്ള വകുപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് നാൾ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി എന്ന് വരും. അതാണ്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം. എന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവറ്റകൾക്ക് വളർത്തിയതിൽ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് തന്നെയുണ്ട്. ഇവറ്റകളെ കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ സ്കൂള്, ബാംഗ്ലൂരിൽ ഇതിനൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്കൂള്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവന്മാർ ഉദ്ഘാടനം ചെയ്യുക, അല്ലെങ്കിൽ ഇവന്മാർ പരസ്യം ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊക്കെ മയക്കുമരുന്നും കഞ്ചാവിനും അടിമയായിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചു വരിക. കാരണം ഇവന്മാർ ജ്യൂസിൽ വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കലക്കി കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അറുതി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോഴേ ഒരു തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടി, അത് നല്ല പരിപാടി തന്നെയാണ്. ഇനി ആരെങ്കിലും അത് തകർക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദ്രോഹം ചെയ്യുന്നതാണ്. അതായത് രമേശ് ചെന്നിത്തലേൻ്റെയോട് ഉള്ള ദേഷ്യം നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തൂഫാൻ പരിപാടിയിൽ നിങ്ങൾ നിൽക്കരുത്. രമേശ് ചെന്നിത്തല ഇതിനു മുന്നേയും വേറെ പരിപാടികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് വെച്ചിട്ട് അലമ്പാക്കാണ്ടിരുന്നാൽ മതി. നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മളിത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പോലീസിനെ ധരിപ്പിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പാവത്തിനാ ഇപ്പൊ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ. അതുകൊണ്ട് അതിൽ ഉള്ള പ്രതികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ അവന്മാർ ഓടുമ്പോൾ കാലി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിടിഗിടി ആക്കുക. അതന്നെ. ഇനി അവന്മാർ പിന്നെന്താ പറയേണ്ടത്, കുറച്ച് ഇങ്ങനെ പോയിക്കോട്ട്, മുട്ടിൽ ഇതായിട്ട് പോയിക്കോട്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അതാണ് വേണ്ടത്. പക്ഷെ ഒന്നും ഇവിടുന്ന് ചെയ്യാൻ വിടൂല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്ക് വരും കുറേ ആൾക്കാർ വന്നിട്ട്
ഇനിയിപ്പോ ഈ ഇവറ്റകളെ തന്നെ ഈ ഗ്യാങ്ങിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അപ്പോഴേക്ക് വരും. കാരണം എന്താ വെച്ചാൽ അയ്യോ അവന്മാർ പാവാടയാണ് പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തൊക്കെ വർത്താനങ്ങൾ ഇവന്മാർ എന്ന് പറയുന്ന വർത്താനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവന്റെ വീട്ടുകാർ ജീവിക്കുന്നു ഇവറ്റകളുടെ മുന്നിൽ? സ്വന്തം ഉമ്മയും പെങ്ങന്മാരും മറ്റവരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് അതിശയമാണ് തോന്നുന്നത്. അതായത് ഇത്രയും ബോധമില്ലാത്ത ടീം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വൃത്തികേടല്ലാതെ ഓമാടെ വായിന്ന് വരുന്നുണ്ടോ? എന്തൊക്കെ വൃത്തികേടാണ് വരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.